നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി അകമലയിൽ അപകടങ്ങൾ തുടരുന്നു. തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ഒരു മാസത്തിനിടെ 5 അപകടങ്ങളും 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്ത അകമല മേഖലയിലെ യാത്രാ ദുരിതത്തിനെതിരെ പ്രദേശവാസികളാണ് ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. അനധികൃത വഴിയോര കച്ചവടവും അശാസ്ത്രീയമായ പാർക്കിങ്ങും പാതയോരത്തെ നിർമ്മാണാവശിഷ്ടങ്ങളുമാണ് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാകുന്നത്. റോഡരികിലെ കാട് വെട്ടിത്തെളിച്ച് സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ചെറുതുരുത്തി ഷൊർണൂർ തടയണയിലെ മണൽ നീക്കം ചെയ്യാനെന്ന വ്യാജേന ഭാരതപ്പുഴയിൽ നിന്ന് മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വ്യാപകമായി മണൽ ഊറ്റുന്നതായി പരാതി ഉയരുന്നു. കേന്ദ്ര ഖനന മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പുഴയുടെ സ്വാഭാവിക ഘടനയെ തകർക്കുന്ന രീതിയിലാണ് മണൽ കടത്തുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. നിയമവിരുദ്ധമായ ഈ മണൽ വാരലിനെതിരെ ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണെന്നും അടിയന്തര നടപടി വേണമെന്നും ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ആവശ്യപ്പെട്ടു. പുതിയ UDF മന്ത്രിസഭയിൽ തൃത്താലയിൽ നിന്ന് വിജയിച്ച VT ബൽറാമിനെ മന്ത്രിസ്ഥാനത്തേക്കോ സ്പീക്കർ പദവിയിലേക്കോ പരിഗണിക്കാൻ സാധ്യതയേറുന്നു. കോൺഗ്രസിന് 4, മുസ്ലിം ലീഗിന് 1 MLAയുമുള്ള പാലക്കാട് ജില്ലയിൽ നിന്ന് ബൽറാമിന് പുറമെ N ഷംസുദ്ദീൻ, KA തുളസി എന്നിവരുടെ പേരുകളും സജീവ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ഇടത് സർക്കാരിൽ ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇത്തവണയും സമാനമായ പ്രാതിനിധ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനം. അകമലയിൽ ബേക്കറി കുത്തി തുറന്ന് മോഷണം നടത്തിയ ആളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. പാലക്കാട് ആലത്തൂർ സ്വദേശി രാജീവിനെയാണ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയത്. വ്യാഴാഴ്ച പുലർച്ചെ നടന്ന മോഷണത്തിന് ശേഷം കടയുടമ നൽകിയ പരാതിയിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു.